കറണ്ട് അഫെയർ നോട്ട്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം? എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ഡൗട്ട് അല്ലേ, എങ്ങനെയാണ് ഈ നോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിക്കേ. മെയിൻസ് എക്സാംസിന് കറണ്ട് അഫെയറിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കുന്നത്. സോ നമുക്ക് അതിനെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. നല്ല ഡെപ്തിൽ പഠിക്കണം. പണ്ടത്തെ പോലെ വൺ ലൈനേഴ്സ് ഒക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ നല്ലപോലെ പഠിക്കണം, ഒരുപാട് സോഴ്സസ് ഫോളോ ചെയ്യണം, അതുപോലെ മൾട്ടിപ്പിൾ ടൈംസിൽ റിവിഷൻ ചെയ്യണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ നോട്ട്സ് എഴുതും അല്ലേ, അപ്പോൾ നോട്ട്സ് എഴുതും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PDF സോഴ്സ് ഫോളോ ചെയ്യും, അതിൽ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ നോട്ട്സ് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്നാ? ഒന്നത്തെ കാര്യം മടിയാണല്ലേ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഒരുപാട് എഴുതി എഴുതി വരുമ്പോൾ മടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ അങ്ങ് എലിമിനേറ്റ് ചെയ്യും. ഇതൊന്നും ഇമ്പോർട്ടൻസ് അല്ല എന്ന് വിചാരിക്കും, നമ്മൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരിക്കും. ആ എലിമിനേറ്റ് ചെയ്ത പോയിന്റ് തന്നെ ആയിരിക്കും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. സോ ഇവിടെ ഒരു മടി എന്ന് പറയുന്നൊരു ഇഷ്യൂ ഈ എഴുതുന്ന ആൾക്കാർക്ക് പ്രധാനമായിട്ട് കാണുന്നതാണ്. അവിടെ കൺസിസ്റ്റൻസിയെ നല്ലപോലെ ബാധിക്കും. അപ്പോൾ പെൻഡിങ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് വരും, അത് എഴുതാൻ വേണ്ടി വീണ്ടും നമ്മൾ സമയം കളയും. ഇനി ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്താ? മൾട്ടിപ്പിൾ ടൈംസിൽ നമ്മൾ ഒരുപാട് സോഴ്സസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞുള്ള ഇഷ്യൂ എന്താ? റിവിഷനെ ബാധിക്കും അല്ലേ. ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ PDF എവിടെ കിടക്കുന്നത്, ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ നല്ലൊരു നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് അതിനുവേണ്ടി ആരെ യൂട്ടിലൈസ് ചെയ്യണം? ടെക്നോളജീസിനെ യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലും ലാപ്ടോപ്പ് ഉണ്ട്, ടാബ് ഉണ്ട്. സോ നമുക്ക് അവന്മാരെ യൂസ് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവന്മാരെ സ്പ്ലിറ്റ് സ്ക്രീൻ മോഡിലോട്ട് മാറ്റുക. അതായത് അവരുടെ സ്ക്രീൻ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് സ്ക്രീൻ മോഡിലോട്ട് മാറ്റുക. അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെ ചെയ്യേണ്ടത്, ഇവിടെ രണ്ട് സ്ക്രീനായിട്ട് മാറിയില്ലേ, അതിൽ ഫസ്റ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഏതാണോ ഒരു സ്ക്രീനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏത് PDF സോഴ്സ് ആണോ നമ്മൾ കറണ്ട് അഫെയറിന് വേണ്ടി ഫോളോ ചെയ്യുന്നത് അതിനെ ഓപ്പൺ ചെയ്യുക. മറ്റേ സ്ക്രീനിലോ ഏതെങ്കിലും ഒരു വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടാൽ മതി. അതായത് MS വേർഡ് ഉണ്ട്, WPS വേർഡ് ഉണ്ട്, അതിൽ ഏതാണോ അത് ബെസ്റ്റ് ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്തിടുക. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ നോർമലി എന്ത് ചെയ്യും? കറണ്ട് അഫയേഴ്സിന്റെ പോയിന്റ്സിനെ വായിക്കത്തില്ലേ, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണോ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും അല്ലെ, എഴുതി വെക്കും. അതിന് പകരം നിങ്ങൾ ജസ്റ്റ് അത് കോപ്പി ചെയ്യുക, ഈ വേർഡ് ആപ്ലിക്കേഷനിലോട്ട് പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ചെയ്യുന്നതിന് എത്ര സമയം നമുക്ക് എടുക്കും? അത് മാത്രമല്ല, ഏതെങ്കിലും പോയിന്റ്സ് എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഒരുപാട് പോയിന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വേർഡ് ആപ്ലിക്കേഷൻ ഒരു ഹെഡിങ് കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? ഏത് ഡേറ്റിലാണോ കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് കൊടുത്താൽ പോരെ. ഇനി എന്ത് ചെയ്താൽ മതി? ഒരു PDF സോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി അടുത്ത PDF സോഴ്സ് എടുക്കുക. അതായത് ഒരു ദിവസം നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഇത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് റിവിഷനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിലോ നമ്മുടെ ഫോണിലോ നമ്മുടെ ടാബിലോ ഒരു ഫോൾഡർ ആക്കി ഇതങ്ങ് സേവ് ചെയ്തിട്ടാൽ മതി. ഇപ്പം പറഞ്ഞ നവംബർ മാസത്തിലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ നവംബർ എന്നൊരു ഫോൾഡർ ആക്കിയിട്ട് അതിൽ Day 1 Day 2 അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. എന്ത് എളുപ്പമാണ്. ഇനി ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനെ പ്രിന്റ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണിന് സ്ട്രെയിൻ ഉള്ള ആൾക്കാർക്ക് പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഇല്ലേ, അതങ്ങ് വായിച്ചാൽ മതി. റിവിഷനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ റിവിഷൻ എങ്ങനെ ചെയ്യണം ആ ഒരു കാര്യം കൂടെ പറഞ്ഞു തരത്തില്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ മോഡിൽ കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ നവംബർ 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു 6 മാസത്തെ കറണ്ട് അഫെയർ വളരെ റെഗുലർ ആയിട്ട് എല്ലാ ദിവസത്തെയും കറണ്ട് അഫെയർ മൾട്ടിപ്പിൾ സോഴ്സിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 25+ കറണ്ട് അഫെയറിന്റെ സ്കോർ ഗ്യാരണ്ടിയാണ്. അപ്പോൾ 25+ കറണ്ട് അഫെയറിന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ മെയിൻസിന്റെ ഓവറോൾ സ്കോർ എവിടെ പോയി? കട്ട് ഓഫിനേക്കാൾ എത്ര മാർക്ക് മേളി വന്നു? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും, ഒരുപാട് സോഴ്സസിൽ നമുക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടും. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നാൽ പേടിക്കണോ? ഒരു കാരണവശാലും പേടിക്കേണ്ട, ധൈര്യമായിട്ട് നേരിട്ടോ, നല്ല സ്കോർ നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. റിവിഷനും പ്രോപ്പറായിട്ട് നടക്കും. അത് റെഗുലർ ആയിട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ മോഡ് നമ്മൾ എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? നിങ്ങൾ പറഞ്ഞേ, എന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? കറണ്ട് അഫെയർ പ്രിപ്പറേഷൻ നവംബർ 1-ാം തീയതി തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. കമ്പൽസറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഇംപ്രൂവ്മെന്റ് എനിക്ക് കമന്റ് ആയിട്ട് നിങ്ങൾ പറയും വേണം. അപ്പോൾ നമുക്ക് എന്താ ഇമ്പോർട്ടന്റ്? മിനിമം സോഴ്സസ്, മാക്സിമം റിവിഷൻ. നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 2 അല്ലെങ്കിൽ ഒരു 3 സോഴ്സ് ഫോളോ ചെയ്യുക. അതിന് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡിജിറ്റൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി പ്രിന്റ് ചെയ്തെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റിയാൽ മതി. കാര്യം എന്താ, നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇടത്ത് 50 പൈസയ്ക്കൊക്കെ നമുക്ക് പ്രിന്റ് കിട്ടത്തില്ലേ, ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഒരു മാസത്തെ കറണ്ട് അഫെയർ ഒന്നിച്ചങ്ങ് എടുക്കുകയാണെങ്കിൽ 50 പൈസ കിട്ടുവോടെ. എന്തെങ്കിലും പാടുണ്ടോ? എല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടെക്നോളജീസ് അല്ലേ, ടെക്നോളജിയാ വളർന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് മിനിമം സോഴ്സസ്, മാക്സിമം റിവിഷൻ, അതാണ് ഇവിടെ കീ. നമ്മൾ റിവിഷൻ ചെയ്യണം. അതെങ്ങനെ റിവിഷൻ ചെയ്യാം ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. എങ്ങനെ റിവിഷൻ ചെയ്യാം? വളരെ ഈസിയാണ്. എന്താ ചെയ്യേണ്ടത്? നാളെ നമ്മളൊരു കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കറണ്ട് അഫെയർ റിവിഷൻ ചെയ്യുക. അത് കമ്പൽസറി ആണ്. ഇനി അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഓരോ ദിവസം ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർ എത്ര തവണ റിവിഷൻ ചെയ്തു?
ഇനി ഒരു വീക്കിലെ കറണ്ട് അഫയർ എന്ന് റിവിഷൻ ചെയ്യണം? ഞായറാഴ്ച ഇരുന്നിട്ട് ആ ഒരു വീക്കിലെ ഫുൾ കറണ്ട് അഫയറിന്റെ നോട്ട്സ് നമ്മൾ റിവിഷൻ ചെയ്യണം. അപ്പോൾ എത്ര തവണയായി? ഇനി മറക്കുവോ? ഒരു കാരണവശാലും മറക്കത്തില്ല. ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു മന്തിൽ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ആ ഒരു മന്തിന്റെ അവസാനം ആ ഒരു മന്തിലെ മൊത്തം കറണ്ട് അഫയർ കൊണ്ട് റിവിഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റിന്റെ സോഴ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കറണ്ട് അഫയറിന്റെ ഒരു ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ലൊരു മാർക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം, അപ്പോഴല്ലേ ഒരു സന്തോഷം വരുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം. അപ്പോൾ എന്താ ഇമ്പോർട്ടന്റ്? റിവിഷൻ ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മൾട്ടിപ്പിൾ ടൈംസിൽ റിവിഷൻ ചെയ്യുക മിനിമം സോഴ്സസിനെ. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ കറണ്ട് അഫയറിന്റെ വെയിറ്റേജ് നമുക്ക് അറിയണ്ടേ? ഓരോ എക്സാംസിന് എത്രത്തോളം കറണ്ട് അഫയർ ചോദിക്കും നോക്കിക്കോ. SPA PO മെയിൻസിനാണെങ്കിൽ 60 മാർക്കിനാണ് നമുക്ക് കറണ്ട് അഫയർ ചോദിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ. ഇതിൽ നിന്ന് നമുക്ക് 60-ൽ ഒരുപാട് നല്ല ഒരു 25+ സ്കോർ ഞാൻ ഗ്യാരണ്ടി തരാം. അതിന് മേളിലോട്ട് നിങ്ങൾ ഇടുന്ന ഹാർഡ് വർക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ ആ 25+ എൻ്റെ ഗ്യാരണ്ടിയാണ്. ബാക്കി നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്തു, എത്രത്തോളം സോഴ്സസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തു, അതിനനുസരിച്ചിരിക്കും. ഇനി IBPS PO മെയിൻസിനാണെങ്കിൽ 35 ക്വസ്റ്റ്യനിൽ 50 മാർക്കാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? 50 മാർക്ക് കിട്ടുന്നില്ല. അതിനർത്ഥം എന്താ? അവിടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ക്രാക്ക് ചെയ്യണമെങ്കിലും ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി RRB PO മെയിൻസിനാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് SBI ക്ലർക്കിനാണെങ്കിൽ 50 ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ 50 മാർക്ക് വരും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 50 മാർക്കിൽ നമുക്കൊരു നല്ലൊരു സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഓവറോൾ ടോട്ടൽ സ്കോറിന് നല്ല രീതിയിൽ അത് അഫക്ട് ചെയ്തില്ലേ, റിഫ്ലക്ട് ചെയ്തില്ലേ? നല്ലൊരു സ്കോർ നമുക്ക് കിട്ടത്തില്ലേ? സെലക്ഷൻ ഉറപ്പാകത്തില്ലേ? എക്സാം എഴുതി ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന്. സോ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും കിടില ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നമ്മളൊന്ന് ചെയ്യടേ. നിങ്ങൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ അങ്ങ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലപോലെ വർക്ക് ചെയ്യുക, നോട്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക ഡിജിറ്റൽ നോട്ടുകളിൽ നിന്ന്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസസ് കിട്ടും അല്ലെ, ഒരുപാട് കണ്ടന്റ്സ് കിട്ടും. നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഷോർട്ട് നോട്ട് ആക്കി വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ ബേസ്ഡ് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഒരു ഷോർട്ട് നോട്ട് ആക്കി വെക്കുക, അതിനെ റിവിഷൻ ചെയ്യുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് ഇനി ഒരു 6 മാസം ചെയ്യുക. അത് മാത്രമല്ല റിവിഷനൊക്കെ പ്രോപ്പറായിട്ട് പോവുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. വരുന്ന എക്സാംസിനൊക്കെ ഒരു സമയം പോലും കളയരുത്. പെട്ടെന്നാണ് സമയം പോകുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.